കണ്ട അങ്ങനെ തൊഴിലാളികളോട് ചോദിക്കുമ്പോഴാണ് പറയുന്നത് NSS വലിയപാടം കരയോഗത്തിന് വേണ്ടി ഇത്തരത്തിൽ ഞങ്ങൾ മതിൽ കെട്ടുകയാണ്, അവരാണ് മതിൽ കെട്ടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ വിളിച്ച് കൃത്യമായി വിവരങ്ങൾ അന്വേഷിക്കുന്നതും രേഖകൾ തിരയുന്നതും. അപ്പോഴാണ് വലിയപാടം NSS കരയോഗത്തിന്റെ അപേക്ഷ പ്രകാരം ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ ഷെഡ് നിർമ്മിക്കാൻ 20 സെന്റ് ഭൂമി അനുവദിച്ചു എന്ന തരത്തിൽ നഗരസഭ സെക്രട്ടറിയുടെ ഒരു ഉത്തരവ് അല്ലെങ്കിൽ നഗരസഭ എന്താ ഇത് ജാതി വേർതിരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ സംഘടന കാണുന്നത്. ഓൾ കേരള ആൻറ്റി കറപ്ഷൻ ഡീകമറേഷനെ സംബന്ധിച്ചോളം മറ്റ് ഞങ്ങളുടെ പട്ടികജാതി സമുദായ സംഘടനകളെക്കുറിച്ച് ഞങ്ങൾ നവോത്ഥാന മൂല്യ സംരക്ഷണ കുറിച്ചൊക്കെയുള്ള ഞങ്ങളുടെ നിലപാട് ഇതിന് യാതൊരു കാരണവശാലും ഇത് തീർത്തും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി കളിക്കുന്ന രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇതിപ്പോൾ NSSൻ്റെ രഹസ്യമായിട്ടാണ് ഇപ്പോൾ ഈ സംഭവം ചെയ്തു കൊടുത്തിട്ടുള്ളത്. അത് 20 സെൻറ്റ് വേർതിരിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിനെ ശരിക്കും മതത്തെ ജനങ്ങൾ വിഭജിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി ശക്തമായ രീതിയിൽ ഈ വിഷയം കോടതി മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചോളം ഞങ്ങൾ മുൻകൂട്ടി കാണുന്നത്. അതേപോലെ തന്നെ ശക്തമായ പ്രതിഷേധം ഇനി വരുന്ന നാളുകളിൽ സംഘടന ഞങ്ങൾ എല്ലാവിധ സാമൂഹിക സംഘടനകളും ശക്തമായി നിന്നുകൊണ്ട് തന്നെ ഇതിനെതിരെ നമ്മൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് പോരല്ലോ. അത് താൽക്കാലികമായി നിർത്തിവെച്ചവർ വെറുതെ പറഞ്ഞതാണ്. ഒരു നിയമപരമായ ഒരു നടപടികളും അവരിതുവരെ എടുത്തിട്ടില്ല. ഇപ്പോൾ എല്ലാ സംഘടനക്കാരും കത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും സ്ഥലം വേണം എന്നുള്ള രീതിയിൽ. എന്നുവെച്ചാൽ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ മനുഷ്യനെ വീണ്ടും വേർതിരിക്കുകയാണ്. ഇന്ത്യയിൽ അങ്ങനെ മനുഷ്യന് വേർതിരിവില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എപ്പോഴും എടുത്തു പറയുന്നതാണ് മനുഷ്യന് വേർതിരിവില്ല, എല്ലാവരും സമത്വമാണ്. ഇതൊരു സമത്വമില്ല. ഇത് സവർണർക്കുള്ള അവരുടെ കൈകളിൽ നിൽക്കുന്ന രീതിയിലുള്ള അവരുടെ ആധിപത്യം കാണിക്കുകയാണ്. ഇന്നും പട്ടികജാതിക്കാരൻ പുറത്താണ്, ആ പുറത്താന്നുള്ളതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.